In this lecture, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് പേപ്പർ ഇത് പുതിയ പേപ്പറാണ്, പക്ഷെ നേരത്തെ വന്നിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സിന്റെ നേരത്തെ ഉള്ള 2015 സ്കീമിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. കട്ട് ചെയ്തേക്കുന്നതല്ല, എഴുതുമ്പോൾ ഇങ്ങനെ വരെ വീണ് പോകുന്നത്. Determine the stability factor of a fixed bias common emitter BJT amplifier with VCC is equal to 12 volt, RC is equal to 10 kilo ohm, RB is equal to 5 kilo ohm, and beta is equal to 120. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫിക്സഡ് ബയസ് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. VCC, RC, RB, ബീറ്റ എല്ലാം തന്നിട്ടുണ്ട്. ഫിക്സഡ് ബയസ് കോൺഫിഗറേഷനിൽ നിങ്ങൾ ഇക്വേഷൻ എടുത്ത് നോക്കുക. ഫിക്സഡ് ബയസ് കോൺഫിഗറേഷനിൽ stability factor എന്താണ്? Stability factor is just beta plus 1. Beta plus 1 എന്ന് പറയുമ്പോഴത്തേക്കും 120 ആണ് ഇവിടെ. beta plus 1, that is 121. That's all. Okay, ആൻസർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് എക്സാമിനൊക്കെ ചോദിക്കാം. സിമ്പിൾ പ്രോബ്ലംസ് മിനിമം മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പം ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം. അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Second question, for a fixed bias circuit with RB is equal to 200 kilo ohm, RC is equal to 2 kilo ohm, beta is equal to 50, VCC is equal to 9 volt, find the Q point and stability factor. Okay, so values are like RB, RC, ബീറ്റ, VCC ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ പോയിന്റ്, സ്റ്റെബിലിറ്റി ഫാക്ടർ. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് പോയിന്റ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള IC-യും VC-യും അതാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂ പോയിന്റ് കണ്ടുപിടിക്കാന്ന് ആ വാല്യൂ ഓഫ് IC ആൻഡ് VCE ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ IC-യുടെ വാല്യൂവും VC-യുടെ വാല്യൂവും ഈ പെർട്ടിക്കുലർ വാല്യൂസ് വെച്ചിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എല്ലാം നമ്മൾ ഫിക്സഡ് ബയസിന്റെ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം IB കണ്ടുപിടിക്കാം. IB എന്ന് പറയുന്നത് എന്താണ്? IB is equal to VCC minus VBE by RB. ഫിക്സഡ് ബയാസിന്റെ കാര്യമാണ് പറയുന്നത്. IB നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ബയാസ് അങ്ങോട്ട് പോയി നോക്കിയാൽ മതി. ഫിക്സഡ് ബയാസിന്റെ നോട്ട്സ് എടുത്ത് നോക്കാം. IB is equal to VCC minus VBE by RB. അപ്പൊ VCC ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 9 വോൾട്ട്. VBE നമുക്ക് 0.7 ആയിട്ട് എടുക്കാം, സിലിക്കൺ. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, RB എന്താണ്? 200 കിലോ ഓം. 200 into 10 raised to 3. സോറി, 200 അല്ല, RB 300 ആണ്. 300 into 10 raised to 3. ഓക്കെ, നമുക്കിത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.027 into 10 raised to minus 3 ആംപിയർ എന്ന് നമുക്ക് IB കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് IC കണ്ടുപിടിക്കാം. എന്താണ്? ബീറ്റ ടൈംസ് IB, which is equal to 50 into IB, 0.027 into 10 raised to minus 3, which is equal to കാൽക്കുലേറ്റർ ചെയ്യുക 1.38 into 10 raised to minus 3 ആംപിയർ. നമുക്ക് ക്യൂ പോയിന്റിന്റെ IC കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് VCE കാൽക്കുലേറ്റ് ചെയ്യാം. VCEയുടെ ഇക്വേഷൻ എന്താണ്? ബാക്ക് ടു ഫിക്സഡ് ബയസ്, VCC minus IC RC, that is VCE. അപ്പൊ ഇവിടെ VCC നമുക്കറിയാം 9 മൈനസ് IC നമുക്ക് ഇവിടെ കിട്ടി 1.38 into 10 raised to minus 3. RC നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2 കിലോ ഓം ഇൻറ്റു 2 into 10 raised to 3. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? 6.2 വോൾട്ട്. ഇതാണ് VCE. അപ്പൊ നമുക്ക് ക്യൂ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ പോയിന്റ് ഇസ് IC ആൻഡ് VCE. ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്റ്റെബിലിറ്റി ഫാക്ടർ. സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു അല്ലെ? എന്താണ്? ബീറ്റ പ്ലസ് 1. ഇവിടുത്തെ സ്റ്റെബിലിറ്റി ബീറ്റ തന്നിട്ടുണ്ട് 50 plus 1 is equal to 51 is the stability factor.
ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. സിലിക്കൺ ട്രാൻസിസ്റ്റർ വിത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു 50 is used in a voltage divider bias circuit with VBE is equal to 0.6, VCC is equal to 22.5, RC is equal to 5.6K. It is desired to establish a Q point at 8.2 volt 2.3 milliampere and the required stability factor is S less than or equal to 3. Design the voltage divider circuit. ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബിഗ് പ്രോബ്ലം ആണ്. അപ്പൊ ഇത് ജസ്റ്റ് എല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ പല പോയിന്റ്സ് കിട്ടും, നിങ്ങൾക്ക് അത് പല പല പ്രോബ്ലംസിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സിഇ കോൺഫിഗറേഷനിൽ നമുക്ക് എങ്ങനെയാ IC തന്നിട്ടുണ്ട് ഇവിടെ അല്ലെ, ക്യൂ പോയിന്റ് തന്നിട്ടുണ്ട്. ക്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ IC and VCE തന്നിട്ടുണ്ട്. IC എന്താണ് 2.3 milliampere and VCE is 8.2 volt. അപ്പൊ IC തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് IB കണ്ടുപിടിച്ചൂടെ? IB is equal to IC by beta അല്ലെ, ബീറ്റയും തന്നിട്ടുണ്ട്. ബീറ്റ is 50. It is IC is 2.3 into 10 raised to minus 3 divided by 50. That is equal to 0.046 milliampere. Okay. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ദ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എങ്ങനെയായിരിക്കുന്നത്? ഇവിടെ ഈ ഒരു R1, R2, RC and RE ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 റെസിസ്റ്റർ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ RC നമുക്ക് ഓൾറെഡി 5.6K തന്നിട്ടുണ്ട്. അപ്പൊ R1, R2, RE അതെല്ലാം കൂടി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഒരു പാത്താണ് ഈ പറയുന്നത്. സോ IB നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് IE പോവാം. IE എന്ന് പറയുന്നത് എന്താണ്? IB പ്ലസ് IC എന്ന് പറയുന്നത് എന്താ? 0.046 into 10 raised to minus 3 plus IC എന്താണ്? 2.3 into 10 raised to minus 3. That is equal to 2.346 milliampere. അപ്പൊ IE നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഔട്ട്പുട്ട് അനാലിസിസിന്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എഴുതാം. ഔട്ട്പുട്ട് അനാലിസിസിന്റെ ഇക്വേഷൻ എന്താ? VCE is equal to VCC minus ICRC minus IERE. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് അനാലിസിസിന് വേണ്ടി നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിൽ എഴുതിയ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് RE കിട്ടും. RE എന്ന് പറയുമ്പോൾ VCC minus ICRC minus VCE divided by IE. So ഇതിൽ നമുക്ക് VCC അറിയാം, IC അറിയാം, RC അറിയാം. VCE എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ പോയിന്റിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. IE നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വാല്യൂസ് എല്ലാം ഞാൻ ഇന്ന് എഴുതാം. VCC എന്ന് പറയുന്നത് 22.5, IC എന്ന് പറയുന്നത് നമ്മൾ അല്ല ക്യൂ പോയിന്റ് തന്നിട്ടുണ്ട് 2.3 into 10 raised to minus 3. പിന്നെ RC എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5.6K. പിന്നെ VCE എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ക്യൂ പോയിന്റിന്റെ കൂടെ 8.2 volt. IE നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? 2.346 milliampere. 2.346 into 10 raised to minus 3. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് RE കിട്ടും. That is equal to 7.59 into 10 raised to 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് R1 and R2 ആണ് ഉള്ളത് അല്ലെ. R1 and R2. RTH എന്ന് പറയുന്നത് എന്താ? R1 parallel R2 ആണ് RTH. അത് നമ്മള് തെവെനിൻ ഇക്വലന്റ് എടുത്തത്.
ഇവിടെ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, സ്റ്റെബിലിറ്റി ഫാക്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എന്താ? 1 പ്ലസ് ബീറ്റ ഇൻറ്റു RTH പ്ലസ് RE ഡിവൈഡഡ് ബൈ RTH പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ബീറ്റ അറിയാം, ബീറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. RE നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ ലെസ് ദാൻ 3 ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് RTH കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ബീറ്റ പ്ലസ് 1, ബീറ്റ ഇസ് 50, 50 പ്ലസ് 1 ഇസ് 51, RTH plus 51 into RE. 51 into RE യുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 7.59 into 10 raised to 3. 51 RTH plus 387.39 into 10 raised to 3 എന്ന് വരും. 1 plus beta into RE എന്ന് പറയുന്നത് divided by RTH plus 1 plus beta into RE, the same value. 387.39 into 10 raised to 3. ഇത് less than or equal to 3 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ we will get RTH less than or equal to 1.154 into 10 raised to 6 ohm എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളപ്പം RTH കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടത് R1 and R2 ആണ്. അപ്പൊ നമുക്ക് VTHന്റെ ഒരു ഇക്വേഷൻ എഴുതാം. VTH is equal to IB into RTH plus VBE plus IE into RE. അപ്പൊ ഇതിനകത്ത് IB നമുക്കറിയാം, RTH ഇപ്പൊ നമുക്ക് കിട്ടി, VBE അറിയാം. VBE എന്ന് പറയുന്നത് 0.7 0.6 അല്ലെ, 0.6 നമുക്ക് VBE ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? VBE യെസ് 0.6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂ തന്നെ നമ്മൾ ഇടണം. VBE 0.6, IE നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്, RE നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എല്ലാ വാല്യൂസും ഇട്ടിട്ട് നമ്മൾ VTH കണ്ടുപിടിക്കണം. അപ്പം അത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫൈൻഡ് ഔട്ട്. പിന്നെ നമുക്ക് ഇനി വേണ്ടത്, അപ്പൊ നമ്മൾ VTH കണ്ടുപിടിച്ചു, നമുക്കിനി വേണ്ടത് R1 ആൻഡ് R2 ആണ്. R1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് RTH into VCC by VTH ആണ്. ഓക്കെ, ഇതിനു വേണ്ടിയാണ് നമ്മളിപ്പോ VTH കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. R1 is equal to RTH into VCC by VTH. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് RTH എന്ന് പറയുന്നത് R1 parallel R2 ആണ്. ഓക്കെ, R1 parallel R2 എന്ന് പറഞ്ഞാൽ എന്താ? R1 R2 divided by R1 plus R2. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് R1 plus R2 എന്ന് പറയുന്നത് എന്താണ്? R1 R2 divided by RTH അല്ലേ? സോ VTH എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R2 ആണ് അല്ലെ. റെസിസ്റ്റർ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബയസിൽ അറിയാം നമുക്ക് ഈ R2 റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ആ ഒരു വോൾട്ടേജ് ആണ് VTH എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് VTH ഇസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R2. ദാറ്റ് ഇസ് ഈക്വൽ ടു R2 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം VCC into R2 by R1 plus R2 അല്ലെ, വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഇനി ഈ R1 plus R2ന് നമുക്ക് ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഇസ് VCC into R2 divided by R1 R2 into RTH. ഓക്കെ, ഈ R2 ക്യാൻസൽ ആവും. VCC into RTH divided by R1. ഇത് VTH ആണ്. So R1 is equal to
R1 is equal to VCC into RTH by VTH. So